ഒരു സുഹൃത്തുമായി വളരെ ആകർഷകമായി നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ നിന്നും തൃശ്ശൂർക്ക് പോകുന്ന വഴി ഞാൻ ഇവിടെ മത്സരിക്കുന്നവരും അറിഞ്ഞ് സ്നേഹബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ വന്നിട്ടുള്ളതാണ്. അദ്ദേഹത്തെ നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. അദ്ദേഹം നിങ്ങളോട് സംസാരിക്കും. എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം. ഈ ശബ്ദം ഓർമ്മയുണ്ടല്ലോ അല്ലേ? മുഖം തീർച്ചയായിട്ടും ഓർമ്മയുണ്ടാവുമെന്ന് എനിക്കറിയാം. പക്ഷെ നിങ്ങൾ ഓർക്കേണ്ട മുഖം ഞാൻ ആവശ്യപ്പെടേണ്ടതില്ല. ശ്രീ ജോസ് തെറ്റലിന്റെ മുഖം നിങ്ങളുടെ മനസ്സിലാണെന്നുള്ളത് എനിക്കറിയാം. ഞാൻ ആരെയും തോൽപ്പിക്കാനും ജയിപ്പിക്കാനും വേണ്ടി വന്നതല്ല. എങ്കിലും നിയമസഭ എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിന്റെ ഗതി 5 വർഷത്തേക്ക് നിശ്ചയിക്കുന്ന ഒരു തീരുമാനമാണ് ഈ 13-ാം തീയതി നമ്മൾ എടുക്കാൻ പോകുന്നത്. ആ തീരുമാനമെന്ന് പറയുന്നത് ഏതെങ്കിലും പക്ഷം ചാരിയല്ല. ഞാൻ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും പിന്നാലെ അല്ല ഓടുന്നത്. എൻ്റെ രാഷ്ട്രീയ പ്രചരണ പരിപാടികൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ടറിയാം. വിശ്വാസമുള്ള ആൾക്കാർ, വിശ്വാസമുള്ള വ്യക്തികൾ, നല്ല ദൈവപ്പറ്റും മനുഷ്യപ്പറ്റുമുള്ള വ്യക്തികളെ കൊണ്ട് നമ്മുടെ നിയമസഭ നിറയണം. ഇല്ലെങ്കിൽ 5 വർഷത്തിൽ നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് ന്യായമല്ല. പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. 5 വർഷം അതിനകത്ത് നിന്ന് അവരെ തീരുമാനിക്കും. ഇത് ജനാധിപത്യം സംശുദ്ധമാണെന്ന് നമുക്ക് പറയാനൊക്കത്തില്ല. ഒരു കാലത്തും അങ്ങനെ ഉണ്ടായിട്ട് ഒരുപക്ഷെ ഒരു ഉൾക്കലഹമില്ലാതെ വളരെ നല്ലൊരു കോമ്പിനേഷൻ നമുക്ക് കണ്ട് അത് ഇവിടെ നിൽക്കുന്നതിൽ എത്ര പേർക്ക് ആ ഭരണം അറിയാം എന്നെനിക്കറിയില്ല. അടിയന്തരാവസ്ഥയെ ചുറ്റിപ്പറ്റിയുള്ള ഭരണകാലം എന്ന് പറയുന്നത് നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട ലീഡർ ശ്രീ കരുണാകരനും സഖാവ് അച്യുത മേനോനും ചേർന്ന് നയിച്ച ഒരു ഭരണമുണ്ട്. കേരളത്തിന്റെ അനുഗ്രഹ ഭരണമായിരുന്നു. കേന്ദ്രത്തിൽ നിന്ന് നമുക്ക് കിട്ടാവുന്നതെല്ലാം ഇത്രയും അധികം പിടിച്ചു പറിച്ചുകൊണ്ട് നൽകിയ മറ്റൊരു ഒരു കൂട്ടായ്മയില്ല. കേരളത്തിന്റെ എല്ലാ അനുഗ്രഹങ്ങളും കിട്ടിയത്, വാരിക്കോരി കിട്ടിയത് അക്കാലത്താണ്. പക്ഷെ കേരളത്തിന് പിന്നെയും വികസനത്തിന്റെ കാര്യത്തിൽ ഒരുപാട് വീഴ്ചകൾ, എവിടെയൊക്കെ കണക്കൂട്ടലുകൾ നമ്മുടേതാണ് തെറ്റിയത്. ഭരണകർത്താക്കളുടെ അല്ല, നിയമസഭയിലെത്തിയ MLA-മാരുടെ അല്ല കണക്കൂട്ടൽ തെറ്റിയത്. തെറ്റിച്ചത് നമ്മളാണ്. അപ്പോ കൂടുതൽ ആഘാതം നമുക്ക് സംഭവിക്കാതിരിക്കാൻ ഒരുപക്ഷെ നിയമസഭയിൽ ഇതിന്റെ ഒരു രസതന്ത്രം അനുസരിച്ച് എത്തിപ്പോകുന്ന ദൈവങ്ങളെയും പിശാചുക്കളെയും എല്ലാം നമ്മൾ അംഗീകരിച്ചേ മതിയാകും. അതിൽ പക്ഷെ മുൻതൂക്കം ദൈവാംശമുള്ളവർക്ക് നിൽക്കണം എന്ന് പറയുന്നതാണ് 13-ാം തീയതി നമ്മൾ എടുക്കുന്ന തീരുമാനം. ആ കൂട്ടത്തിൽ തീർച്ചയായിട്ടും ജോസ് തെറ്റയിൽ എന്ന് പറയുന്ന മനുഷ്യനുണ്ട്. അപ്പോഴും ഞാൻ അടിച്ചു പറയുന്നു, ആരെയും തോൽപ്പിക്കാൻ വേണ്ടി ഒരു നിശ്ചയം മാറ്റാൻ വേണ്ടിയല്ല ഞാൻ വന്നത്. നിങ്ങൾ ഒരു നിശ്ചയം എടുത്തിട്ടുണ്ട് എന്ന് എനിക്കറിയാം. പക്ഷെ ആ നിശ്ചയം ഒന്നുകൂടി ഒന്ന് അളന്നു നോക്കണം. ശ്രീ ജോസ് തെറ്റയിൽ അടുത്ത നിയമസഭയിൽ ഉണ്ടാവണമെന്നത് എന്റെ ആഗ്രഹം. നിങ്ങളും വിചാരിക്കണം. കാരണം ഞാൻ അത്രയും വിശ്വാസം ഇദ്ദേഹത്തിൽ അർപ്പിച്ചിരിക്കുന്നു. 1.5 വർഷത്തെ മന്ത്രി എന്ന നിലയ്ക്കുള്ള, 5 വർഷം MLA എന്ന നിലയ്ക്കുള്ള അദ്ദേഹത്തിന്റെ വാഗ്ദാനങ്ങൾ എന്തായിരുന്നു, അത് എത്രത്തോളം നിറവേറ്റുവാൻ കഴിഞ്ഞു അദ്ദേഹത്തിന് എന്നതും നിങ്ങൾ അനുഭവിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്കമാലിക്ക് മാത്രം KSRTC-യുടെ ഒരു ഗതാഗത വകുപ്പ് മന്ത്രിയായിരുന്നുകൊണ്ട് അങ്കമാലിക്ക് മാത്രം അദ്ദേഹം എന്ത് സമ്മാനിച്ചു എന്നുള്ളത് നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഗുണഭോഗവും നിങ്ങൾ വരും വർഷങ്ങളിൽ, ഒരു 10-25 വർഷത്തേക്കുള്ള ഒരു സംഭാവനയാണ്. അതിനേക്കാൾ വലുതാണ് ഒരുപക്ഷെ ശ്രീ ഗണേഷ് കുമാർ തുടങ്ങി വെച്ച KSRTC-യെ കരകയറ്റാനുള്ള ഒരു സമ്പ്രദായം എന്ന് പറയുന്നത്. ഒട്ടും ചോർന്നു പോകാതെ അടുത്ത പോലും മാറിക്കൊടുക്കുന്നതിന് വേണ്ടി വളരെ യോഗ്യമായി ആ വകുപ്പിന് അദ്ദേഹം നിലനിർത്തിയത് ഒരു പടിയും കൂടി മുന്നോട്ട് കയറ്റി. അപ്പൊ ഈ വക കാര്യക്ഷമമായ പ്രവർത്തനം എന്ന് പറയുന്നതും ഞാൻ നേരത്തെ പറഞ്ഞ മനുഷ്യപറ്റുമായിട്ടും ദൈവികാംശവുമായിട്ടും ചേർത്ത് നല്ല തൂക്കം കൊടുത്ത്, നേരത്തെ പറഞ്ഞ ദൈവാംശം സത്യസന്ധതയ്ക്കുള്ള സ്ഥാനം
നിയമസഭയിൽ വളരെ വലുതായിരിക്കണം. ആ കണക്കിൽപ്പെടുത്താൻ തീർച്ചയായിട്ടും ശ്രീ ജോസ് തെറ്റയിലിനെ നിങ്ങൾ തെരഞ്ഞെടുക്കുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. തെരഞ്ഞെടുക്കണം, തെരഞ്ഞെടുത്തിരിക്കണം. കച്ചയേന്തിയ കർഷകർ, സ്ത്രീ, അത് തന്നെ ഒരു പോസിറ്റീവ് എലമെന്റ്. കാരണം എന്ത് സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണെന്ന് പറഞ്ഞിട്ടും, എന്ത് ഡോക്ടറാണെന്ന് പറഞ്ഞിട്ടും, എഞ്ചിനീയർ ആണെന്ന് പറഞ്ഞിട്ടും, നമ്മുടെ തീന്മേശയിൽ ചെന്നിരിക്കുമ്പോൾ അന്നം തുറക്കുമ്പോൾ ഇട്ട് നിറയ്ക്കാനുള്ള, നമുക്ക് നാടിനെ സംഭാവന ചെയ്യുവാനുള്ള പ്രവർത്തനം കാഴ്ചവെക്കുന്നതിന് അന്നം എന്ന് പറയുന്നത് വളരെ സമ്പൂർണമായിരിക്കും അദ്ദേഹത്തിന്റെ വിജയം എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഒരിക്കൽ കൂടി അതെ, സ്ത്രീ പോസിറ്റീവായിട്ടുള്ള ഒരു, കാരണം ഓരോ ജന്മങ്ങൾക്കും വഴിയൊരുക്കുന്നത് സ്ത്രീയാണ്. ഓരോ തലമുറയ്ക്കും